أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റമദാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തെ 10ലും പ്രവേശിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി: അള്ളാഹു റമദാന്റെ അന്ത്യപാദത്തിൽ അവസാനത്തെ 10ൽ നരകത്തിൽ നിന്നും മോചനം നൽകുന്നു. ആയതിനാൽ ഇന്നാളുകളിൽ നാം പ്രത്യേകമായ നിലയിൽ നമ്മുടെ ആരാധനകളെ അലങ്കരിക്കുന്ന കാര്യത്തിലും സ്വലാത്തും ഇസ്തിഗ്ഫാറും ഉരുവിടുന്ന കാര്യത്തിലും ദുആകൾ ചെയ്യുന്ന കാര്യത്തിലും തൗബ ചെയ്യുന്ന കാര്യത്തിലും അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിലും അതുപോലെ അള്ളാഹുവിന്റെ ദാസരോടുള്ള കടമകൾ നിറവേറ്റുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടുന്നവരായി മാറുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ അവസാന 10ൽ കാഴ്ചവെച്ച മാതൃക, ഉദാത്ത മാതൃക എന്തായിരുന്നു? തിരുനബിയുടെ രീതികൾ, ചര്യകൾ എന്തായിരുന്നു? തിരുനബിയുടെ ആരാധനകളുടെ നിലവാരം എന്തായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സാധാരണ ദിവസങ്ങളിൽ കൂടിയുള്ള ആരാധനയുടെ നിലവാരത്തെക്കുറിച്ച് നമുക്ക് വാക്കുകളാൽ വർണ്ണിക്കാനാകില്ല. എന്നാൽ റമദാനിൽ അവയുടെ സ്ഥിതി എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അന്നാളുകളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കലും നമുക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള തീവ്രയത്നങ്ങൾ നടത്തിയിരുന്നു. അവ നമ്മുടെ ചിന്തകൾക്ക് അതീതമായിരിക്കും എന്ന കാര്യം എന്തായാലും വ്യക്തമാണ്. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഈ തീവ്രയത്നങ്ങളെ കുറിച്ച് പൂർണ്ണമായ നിലയിൽ വിവരിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. എത്തരത്തിലായിരുന്നു തിരുനബിയുടെ തീവ്രയത്നങ്ങൾ? അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിതമായ ഉന്നത നിലവാരത്തിലുള്ള സൽക്കർമ്മങ്ങളെ നിങ്ങളും നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് സ്വായത്തമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമേ അള്ളാഹു നമ്മുടെ ദുആകൾ കേൾക്കുകയുള്ളൂ. ഒരു വിശ്വാസിക്ക് അനുയോജിച്ച മാർഗത്തിലേക്കും പദവിയിലേക്കും ചുവടുവെക്കുന്നവരായി നാം അപ്പോൾ മാത്രമേ മാറുകയുള്ളൂ. ആ ഒരു സ്ഥാനത്തെത്താൻ ഓരോ വിശ്വാസിയും പ്രയത്നിക്കേണ്ടതുണ്ട്. നമ്മളും ഇന്നാളുകളിൽ സവിശേഷമായ നിലയിൽ ദുആകളിൽ വ്യാപൃതരാകേണ്ടതാണ്. ഇന്ന് അഹമ്മദികൾ പ്രത്യേകമായ നിലയിൽ ഈ ഭാഗത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ചില രാജ്യങ്ങളിൽ
പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ അതുപോലെ ഇതര മുസ്ലിം രാഷ്ട്രങ്ങളിൽ പൊതുവായ നിലയിലും ജമാഅത്തിനെതിരെ വിവിധ തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ അവർ വെറുപ്പിന്റെ അഗ്നി നമുക്കെതിരെ പടർത്തുന്നു. അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടമാടുന്നു. അള്ളാഹു നമ്മെ അവയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി തീരുമാറാകട്ടെ. അതുപോലെ ഇപ്പോൾ ഈ പടർന്നു പിടിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടാനുമായി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയും അതുപോലെ ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസേവകനായ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം മുഖേനയും ദുആയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയും അതുമാത്രമല്ല ദുആ സ്വീകാര്യയോഗ്യമാക്കുന്നതിനുള്ള മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തത് നമ്മുടെ മഹത്തായ സൗഭാഗ്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നതോടൊപ്പം അവനെ സ്തുതിക്കുന്നതോടൊപ്പം നബിക്കുമേൽ സ്വലാത്ത് ചൊല്ലുന്നതും ദുആ സ്വീകാര്യതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ ആ ദുആകൾ ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ തങ്ങി നിൽക്കുന്നതാണ്. അവ ദൈവസമക്ഷം എത്തുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ആരാണോ എനിക്കുമേൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യം ഉപേക്ഷിക്കുന്നത് അവൻ സ്വർഗത്തിലേക്കുള്ള മാർഗം നഷ്ടമാക്കിയിരിക്കുന്നു. മറ്റൊരു ഹദീസ് ഇപ്രകാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എനിക്കുമേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നത് നിങ്ങളുടെ തന്നെ അഭിവൃദ്ധിക്കും പരിശുദ്ധിക്കും കാരണമാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു നിർദ്ദേശം ഇപ്രകാരമാണ്, ആരാണോ ഹൃദയശുദ്ധിയോടെ എനിക്കുമേൽ സ്വലാത്ത് ചൊല്ലുന്നത് അവനുമേൽ അള്ളാഹു 10 തവണ സ്വലാത്ത് അയക്കുന്നതാണ്. അള്ളാഹു അവന്റെ 10 പദവികൾ ഉയർത്തുന്നതാണ്. അതുപോലെ ദൈവസമക്ഷം അവന്റെ പേരിൽ 10 നന്മകൾ രേഖപ്പെടുന്നതാണ്. ഈ നിവേദനങ്ങൾ മുഖേന സ്വലാത്തിന്റെ പ്രാധാന്യം അഭിവ്യക്തമാകുന്നുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ വിശ്വസിക്കുന്ന നമ്മൾ വാദിക്കുന്നത് നമ്മൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുഖേന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമഹാത്മ്യങ്ങളെ കുറിച്ചുള്ള അറിവ് കരസ്ഥമാക്കി എന്നാണ്. അത് അദ്ദേഹം മുഖേനയല്ലാതെ സാധ്യവുമല്ല. ആയതിനാൽ സ്വലാത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുകയും അധികമായി സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അള്ളാഹു നമ്മുടെ ദുആകൾ കേൾക്കണം എന്ന ഒരു ഉദ്ദേശം മാത്രമായിരിക്കരുത് അതിനു പിറകിൽ, മറിച്ച് ശാശ്വതമായ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം അത്. സ്വലാത്ത് മുഖേന നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നവരായി മാറണം. നമ്മൾ ഈ സ്വലാത്ത് മുഖേന നമ്മുടെ ജീവിതത്തെ ശാശ്വതമായ പരിശുദ്ധി ആർജിച്ചതാക്കി തീർക്കേണ്ടതാണ്. നമ്മൾ ദീനീപരവും ആത്മീയവുമായ അഭിവൃദ്ധികൾ നേടുന്നവരായി അത് മുഖേന മാറണം. നമ്മുടെ ഈ വാദം വെറും അധരാഭ്യാസമായി മാറരുത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യപ്രേമിയായ ഹദരത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിനെ വിശ്വസിച്ചിരിക്കുന്നവരാണ് എന്ന് ഉള്ള നമ്മുടെ വാദം വെറും വാക്കാകരുത്. മറിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ എല്ലാ അനക്കമടക്കങ്ങളും ഈ കാര്യത്തെ പ്രതിഫലിപ്പിക്കുന്നവയായി മാറണം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയെ, അങ്ങനെ വാനലോകത്തെ മലക്കുകൾ പോലും സാക്ഷ്യം വഹിച്ച വ്യക്തിയെ, അതായത് വാഗ്ദത്ത മസീഹിനെ വിശ്വസിച്ചവരാണ് നാം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇതേക്കുറിച്ചുള്ള തന്റെ ഒരു ഇൽഹാമിനെ കുറിച്ച് ഇപ്രകാരം വിവരിക്കുന്നു. അതിന്റെ വചനങ്ങൾ ഇപ്രകാരമാണ്: സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ
സയ്യിദ് വുൽദി ആദം വ ഖാതമൻ നബിയീൻ. അർത്ഥം ഇപ്രകാരമാണ്: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കുടുംബത്തിനും മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുവിൻ. തിരുനബി ആദം സന്തതികളുടെ നേതാവും ഖാതമുൻ നബിയീനുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഇത് സൂചിപ്പിക്കുന്നത് എനിക്ക് ലഭ്യമായ സ്ഥാനമാനങ്ങളും അനുഗ്രഹാശിസുകളും എല്ലാം തന്നെ തിരുനബി മുഖാന്തരമാണ് ലഭിച്ചിട്ടുള്ളത്. തിരുനബിയെ സ്നേഹിക്കുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് ഇതെല്ലാം. പറയുന്നു, സുബ്ഹാനല്ലാഹ്, ദൈവസമക്ഷം ഈ സകല ലോക നേതാവിന് എത്ര ഉന്നതമായ സ്ഥാനമാണുള്ളത്. മുഴുലോകത്തിന്റെയും നേതാവായ തിരുനബിക്ക് ദൈവസമക്ഷം എത്ര മഹോന്നതമായ സ്ഥാനമാണുള്ളത്. എത്തരത്തിലുള്ള ദൈവസാമീപ്യമാണ് അങ്ങേക്കുള്ളത്. തിരുനബിക്ക് പ്രിയങ്കരായിട്ടുള്ളവർ അള്ളാഹുവിന് പ്രിയങ്കരായി മാറുന്നു. തിരുനബിയുടെ സേവകർ മാലോകരാൽ സേവിക്കപ്പെടുന്നവനായി മാറുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിന്റെ കടമകൾ നിറവേറ്റുന്നവർ അള്ളാഹുവിന്റെ പക്കൽ എത്ര മഹനീയ സ്ഥാനം പ്രാപിക്കുന്നുവെന്നാൽ ഒരു ലോകം തന്നെ അവന്റെ കരങ്ങളാൽ ഒത്തുചേരുകയും തങ്ങളുടെ ദാസത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ ഇന്ന് ലോകത്ത് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി, മസീഹ് മൗഊദ്, മഹ്ദി മൗഊദ്, അദ്ദേഹത്തിന്റെ മഹനീയ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സേവക മനോഭാവത്തിന്റെ പരിണിത ഫലമാണ്. തിരുനബിയോടുള്ള സ്നേഹം കാരണമായാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യപ്രേമിയായ കാരണത്താലാണ്. ഈ സ്നേഹത്തിന്റെ പരിണിത ഫലമായാണ് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസകത്വത്തിൽ ഉമ്മത്തിയായ നബിയായി അയച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാനാണ് അദ്ദേഹം പ്രേഷിതനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രചാരണത്തിനായാണ് അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചയച്ചിട്ടുള്ളത്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറയുന്നു, ഇവിടെ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഒരു രാത്രി ഈ വിനീതൻ വളരെ കൂടുതലായി സ്വലാത്ത് ചൊല്ലുകയും തൽഫലമായി എന്റെ ഹൃദയവും ആത്മാവും അതിനാൽ സുഗന്ധഭരിതമാകുകയും ചെയ്തു. ആ രാത്രി ഞാൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. പരിശുദ്ധവും മധുരതരവുമായ ജലം നിറച്ചുള്ള കൂജകൾ കാണപ്പെട്ടു. മലക്കുകൾ ആ പ്രകാശിതമായ കൂജകൾ ഈ വിനീതന്റെ സമക്ഷം കൊണ്ടുവന്നു. അവരിലൊരാൾ പറഞ്ഞു, ഒരു മലക്ക് പറഞ്ഞു, ഇത് താങ്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്തിന്റെ ഫലമായാണ്, അതുകൊണ്ടുള്ള ഐശ്വര്യത്താലാണ്. അതുപോലെ മറ്റൊരു വിചിത്രമായ സംഭവം എന്റെ സ്മൃതിപഥത്തിലേക്ക് വരുന്നു. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഒരു ഇൽഹാമുണ്ടായി. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: വാനലോകവാസികൾ ഷണ്ഡയിലാണ്, മലക്കുകൾ ഷണ്ഡയിലാണ്. അതായത് ദീനിന്റെ പുനരുജ്ജീവനത്തിനായി ദൈവേച്ഛ ആവേശം കൊള്ളുകയായിരുന്നു. എന്നാൽ ഇതുവരെ വാനലോകത്ത് ആ പുനരുജ്ജീവകൻ മുഹിയുദ്ദീൻ ആരാണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ അഭിപ്രായ ഭിന്നതയും തർക്കവും ഉടലെടുത്തത്. ആ വേളയിൽ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ്, ജനങ്ങൾ ആ പരിഷ്കർത്താവിനെ തേടി അലയുകയാണ്. അപ്പോൾ ഒരു വ്യക്തി ഈയുള്ളവന്റെ അടുത്തു വന്നു. എന്നിട്ട് ഈ വിനീതനോട് ഇപ്രകാരം പറഞ്ഞു: ഹാദാ റജുലുൻ യുഹിബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അള്ളാഹുവിന്റെ ദൂതരെ സ്നേഹിക്കുന്ന വ്യക്തിയാണിത്. ഈ വചനം കൊണ്ടുള്ള വിവക്ഷ ഇതായിരുന്നു: ദീനിനെ പുനരുദ്ധാനം ചെയ്യുന്ന വ്യക്തിക്ക് അനിവാര്യമായും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നിബന്ധന റസൂലിനോടുള്ള അനുരക്തിയാണ്. അത് ഈ വ്യക്തിയിൽ പൂർത്തിയായിരിക്കുന്നു. അള്ളാഹു ദീനിന്റെ പുനരുജ്ജീവനത്തിനായി അയച്ച
മസീഹിനെയും മഹ്ദിയെയും വിശ്വസിച്ചവരാണ് നമ്മൾ. ഇസ്ലാമിന്റെ പുനരുദ്ധാനത്തിനുള്ള ഉത്തരവാദിത്വം അർപ്പിതമായാണ് അദ്ദേഹം അയക്കപ്പെട്ടിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക കീഴിൽ മുഴു ലോകത്തെയും കൊണ്ടുവരാനും തിരുനബിയുടെ സേവകരാക്കി അവരെ മാറ്റുവാനും വേണ്ടിയാണ് അദ്ദേഹം അയക്കപ്പെട്ടിട്ടുള്ളത്. ഹജറത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ മുങ്ങിക്കൊണ്ടാണ് ഈ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യപ്രേമിയായ വ്യക്തിയുടെ ജമാഅത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും എല്ലാ അവസരങ്ങളിലും ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നവരുമായ നമുക്ക് ഒരു ഭാരിച്ച ഉത്തരവാദിത്വം അർപ്പിതമായുണ്ട്. ഈ ദീനിന്റെ പുനരുജ്ജീവകന്റെ മുഹ്യിദ്ദീനിന്റെ ദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോയും തങ്ങളുടെ പ്രതിജ്ഞകളെ നിറവേറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടും ആ മസീഹിന്റെയും മഹ്ദിയുടെയും സഹായകരായി മാറേണ്ടത് നമ്മുടെ കടമയാണ്. ലോകത്തോടുള്ള നമ്മളുടെ വാക്കുകൾ ഇപ്രകാരമായിരിക്കണം. നമ്മൾ പറയണം, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്നവർ എന്ന് ഞങ്ങളെയാണ് കരുതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ് സത്യത്തിൽ ഞങ്ങൾ തന്നെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേലുള്ള സ്വലാത്തിനെ കുറിച്ച് ശരിയായ അവബോധം നേടിക്കൊണ്ട് തിരുനബിക്കുമേൽ സ്വലാത്ത് ചൊല്ലുന്നവർ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനായ ഹസ്രത്ത് മസീഹ് മൗഊദിൽ നിന്നും സ്വലാത്തിന്റെ പൊരുൾ മനസ്സിലാക്കി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേൽ സ്വലാത്ത് അയക്കുന്നവരാണ് ഞങ്ങൾ റമദാൻ മാസത്തിൽ വ്യക്തിപരമായ ദുആകളിൽ ഊന്നൽ നൽകുന്നതോടൊപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലോകത്തെ എപ്രകാരം പേരും പെരുമയും ഉണ്ടാകണമെന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അസ്വസ്ഥരാണ്. എപ്രകാരമാണ് ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാക പാറിപ്പറക്കുകയെന്നും എത്തരത്തിലാണ് ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസകത്വത്തിൽ വന്നുകൊണ്ട് തങ്ങളുടെ ഇഹപരങ്ങൾ മെച്ചപ്പെടുത്തുകയെന്നും വ്യാകുലപ്പെടുന്നവരാണ് ഞങ്ങൾ. അതുപോലെ ഏതു വിധേനയാണ് ജനങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസകത്വത്തിൽ വരുന്നതിനെ അഭിമാനകരമായി മനസ്സിലാക്കുന്നവരാകുകയും എത്തരത്തിലാണ് ജനങ്ങൾ തങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെടുന്നതിനെ അഭിമാനത്തിനുള്ള വകയായി കണക്കാക്കുകയെന്നും ചിന്തിച്ച് ഞങ്ങൾ ആശങ്കപ്പെടുന്നു. ഈ ഒരു മതം മാത്രമാണ് ലോകത്ത് ശാന്തി സമാധാനത്തിന് ജാമ്യം നിൽക്കുന്നത് എന്ന് അവർ എപ്രകാരം മനസ്സിലാക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ ചിന്താകുലരാണ്. ഈ ഒരു മതം മാത്രമാണ് ദൈവവുമായി ദാസരെ ബന്ധിപ്പിക്കുന്നത്. ഈ ഒരു മതം മുഖേന മാത്രമാണ് അത് സാധിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗം നിമിത്തമായി തിരുനബിയുടെ അനുയായികളുടെ ദുആകളെ അള്ളാഹു ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതെന്ന് എപ്രകാരമാണ് അത് നടക്കുന്നതെന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ. അഹമ്മദികളുടെ ചുമലിൽ അർപ്പിതമായ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഇതാണ്. നമ്മൾ തന്നെയാണ് ഇക്കാര്യം ലോകത്തിനു മുമ്പാകെ സമർപ്പിക്കേണ്ടത്. എത്ര സത്യതയോടും ഗഹനതയോടും കൂടി നമ്മൾ ഈ കടമയെ നിറവേറ്റുന്നു എന്ന് നാം പരിശോധിക്കണം. അപ്രകാരം അള്ളാഹുവിന്റെ അനുഗ്രഹ ആശിസുകളിൽ നിന്നും ഫലമെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ വീക്ഷിക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ വരെ ഈ അനുഗ്രഹങ്ങളുടെ അനന്തരാവകാശികളാകണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കും അതുപോലെ ജമാഅത്തായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്തും സലാമും അയച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് ദൈവാനുഗ്രഹത്താൽ ശത്രുക്കളുടെ കുതന്ത്രങ്ങളും ആക്രമണങ്ങളും അതിക്രമങ്ങളും നശിച്ചൊടുങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയായാൽ അള്ളാഹു സ്വയം ശത്രുക്കളെ നേരിടുന്നതായിരിക്കും. ആത്മീയപരമായും നമ്മളും നമ്മുടെ സന്താന പരമ്പരയും പുരോഗതിയുടെ പടവുകൾ താണ്ടുന്നതായി നമുക്കപ്പോൾ കാണാൻ സാധിക്കും. അങ്ങനെ വ്യക്തിപരമായ ദുആകളുടെ സ്വീകാര്യതയുടെ ദൃഷ്ടാന്തവും നാം കാണുന്നതാണ്.
അതുപോലെ തന്നെ ജമാഅത്തായുള്ള സംഘം ചേർന്നുള്ള ദുആകളുടെ സ്വീകാര്യതയുടെ അടയാളവും നാം ദർശിക്കുന്നതാണ്. ഇക്കാര്യം ഒരിക്കലും തന്നെ അസത്യമായി തീരുന്നതല്ല. കാരണം അള്ളാഹുവിന്റെ തിരുദൂതരാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടുള്ളത്. അതായത് അള്ളാഹുവിനെ സ്തുതിച്ചും അതോടൊപ്പം എന്നിൽ സ്വലാത്ത് അയച്ചും ചെയ്യുന്ന ദുആകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവയായി ഭവിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു. എന്നാൽ അതിനുള്ള നിബന്ധന അത് ഹൃദയത്തിൽ നിന്നും, ആത്മാർത്ഥമായ ഹൃദയത്തിൽ നിന്നും വരണം എന്നതാണ്. നമ്മുടെ സ്വലാത്ത് അപ്രകാരമായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാഹാത്മ്യങ്ങൾ കൂടുതൽ മഹത്തരമാകാനുള്ള ഒരു ഹൃദയാഭിനിവേശം നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ഹൃദയാത്മന ഉള്ള ദുആകളായിരിക്കണം നമ്മുടേത്. ഇത് സംഭവിക്കണമെങ്കിൽ ഇതേക്കുറിച്ചുള്ള ഗഹനതയും ഇതിനു പിറകെയുള്ള യുക്തിയും നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് ഞാൻ ഇവിടെ ചുരുങ്ങിയ നിലയിൽ വിവരിക്കുന്നതാണ്. ദുആ ഹൃദയവേദനയോടെ ചെയ്യണമെങ്കിൽ, അത് സാധിക്കണമെങ്കിൽ ഒരാൾ താൻ എന്തു ദുആയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായി ബോധമുള്ളവനായി മാറേണ്ടതാണ്. അല്ലാതെ വെറും കൊണ്ട് വാക്കുകൾ ഉച്ചരിക്കുന്നതിലൂടെ വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും ഒരിക്കലും തന്നെ മനസ്സിലാകുകയോ ഹൃദയത്തിൽ അവ പ്രഭാവം ചെലുത്തുകയോ ചെയ്യുന്നതല്ല. അപ്രകാരം ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. ഹൃദയത്തിൽ സ്വാധീനമില്ലെങ്കിൽ ആവേശവും ഹൃദയനൊമ്പരവും ഒരിക്കലും ഉടലെടുക്കുന്നതല്ല. ഹൃദയത്തിൽ സ്വാധീനമുണ്ടാകുന്നതിനായി മനുഷ്യൻ എന്തു ദുആയാണ് ചെയ്യുന്നത്, എന്തിനാണ് ഈ ദുആ ചെയ്യുന്നത് എന്ന കാര്യം ശരിയായ നിലയിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ലക്ഷോപലക്ഷം മറിച്ച് കോടിക്കണക്കിന് ജനങ്ങൾ കൊണ്ട് സ്വലാത്ത് വചനങ്ങൾ ഉരുവിടുന്നവരായുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്നോ സലാത്ത് ചൊല്ലുന്നതിൽ തങ്ങൾക്ക് പ്രയോജനം എന്താണെന്നോ അത് മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണ് ഗുണം ലഭിക്കുന്നതെന്നോ അവർ തീർച്ചയായും അറിയുന്നില്ല. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇതേക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. അതിന്റെ ചുരുക്കം ഇപ്പോൾ ഞാൻ ഒരു പരിധിവരെ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി എന്ന പദം ആദ്യവും അല്ലാഹുമ്മ ബാരിക് എന്ന പദം പിന്നീടുമാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ പിറകിലുള്ള യുക്തി ഇതാണ്. സ്വലാത്ത് എന്നതിന്റെ അർത്ഥം ദുആ എന്നാണ്, പ്രാർത്ഥന എന്നാണ്. അല്ലാഹുമ്മ സ്വല്ലി എന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: അല്ലാഹുവേ, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ദുആ ചെയ്യുവിൻ. ദുആ ചെയ്യുന്നവർ രണ്ടു വിധത്തിലുണ്ട്. ഒന്ന്, ഒന്നുമില്ലാത്തവർ ദുആ ചെയ്യുന്നു. അവർ മറ്റുള്ളവരോട് തങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു. മറ്റൊരു വിഭാഗം ഉണ്ട്, അവർക്ക് എല്ലാം സ്വന്തമായി ഉണ്ട്, എല്ലാ നിയന്ത്രണാധികാരവും അവർക്കുണ്ട്, അവർ സ്വയം മറ്റുള്ളവർക്ക് നൽകുന്നവരുമാണ്. നാം അള്ളാഹുവിനെ സംബന്ധിച്ച് ദുആ ചെയ്യുന്നു എന്ന് പറയുമ്പോഴുള്ള വിവക്ഷ ഇതുതന്നെയാണ്. അവൻ തന്റെ സൃഷ്ടികളോടും അവൻ പടച്ച വായു, വെള്ളം, ഭൂമി, അഗ്നി തുടങ്ങിയ എല്ലാറ്റിനോടും തന്റെ ദാസനെ പിന്തുണയ്ക്കാനായി കൽപ്പിക്കുന്നു. ആയതിനാൽ അല്ലാഹുമ്മ സല്ലി എന്നതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുവെ, നീ എല്ലാ നന്മകളും എല്ലാ ശ്രേഷ്ഠതകളും അതുപോലെ ആകാശഭൂമികളിലെ എല്ലാ നന്മകളും നിന്റെ പ്രവാചകന് വേണ്ടി ഇഷ്ടപ്പെടുവിൻ, നൽകുവിൻ. പ്രവാചകന് അന്തസ്സും ആഭിജാത്യവും നീ നൽകുവിൻ. ശ്രേയസ്സും മഹാത്മ്യവും വർദ്ധിപ്പിക്കുവിൻ. ഇങ്ങനെ ദുആ ചെയ്തതിനു ശേഷം നാം നോക്കുക, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിലുമുപരിയായി ഒന്നും തന്നെ നടക്കുകയില്ല. അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവസമക്ഷം ഈ ദുആ സമർപ്പിക്കുക. അതായത് അവൻ ഇച്ഛിക്കുന്ന അത്ര പരമാവധി സ്ഥാനം തിരുനബിക്ക് നൽകാൻ നാം അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുക. അല്ലെങ്കിൽ അവൻ ഇച്ഛിക്കുന്നത് പോലെ നടക്കാൻ ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാരിക് എന്നതിന്റെ അർത്ഥം ഇതാണ്: അല്ലാഹുവെ, നീ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നീ നൽകിയ നിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും കാരുണ്യങ്ങളും വളരെ അധികമായി വർദ്ധിപ്പിക്കുക. മുഴു ലോകത്തിന്റെയും മേലുള്ള കാരുണ്യവും ഐശ്വര്യവും തിരുനബിക്കുമേൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കുക. അള്ളാഹു ഇച്ഛിക്കുന്നത് അതുപോലെ
നൽകാൻ വേണ്ടി ദുആ ചെയ്യുക. അവന്റെ ഇംഗിതത്തെ നമുക്ക് അളന്നു തിട്ടപ്പെടുത്താനാകില്ല. അവയിൽ അവൻ പിന്നീട് ഐശ്വര്യമിടുകയും ബർക്കത്തിടുകയും അവയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അത് നമ്മുടെ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അതീതമായ നിലയിലുള്ളതായിരിക്കും. തിരുനബിക്കുമേൽ ഇക്കാര്യങ്ങളെല്ലാം, ഈ ദുആകളെല്ലാം ഒരുമിക്കപ്പെടുകയും അവ നിലനിർത്തുന്നതിനായി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തിനായി ചെയ്ത ദുആകളിൽ നമുക്കും പങ്കുപറ്റാനാകും. നമ്മൾ ഹൃദയനൊമ്പരത്തോടെ തിരുനബിയുടെ ദീനിന്റെ ഉത്കൃഷ്ടതയ്ക്കും തിരുനബിയുടെ മുഴുലോകത്തുമുള്ള യശസ്സിനും കീർത്തിക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മെയും തിരുനബിയുടെ ദുആകളിൽ ഭാഗവാക്കാക്കുകയും ആ സ്വലാത്തിൽ നിന്നും ഫലമെടുക്കുന്നവരായി നാമും മാറുകയും ചെയ്യുന്നതാണ്. കാരണം അതിൽ ഉമ്മത്തിനു വേണ്ടിയും ദുആയുണ്ട്. നമ്മൾ വിതയ്ക്കുന്ന വിത്തിന്റെ വിളവിൽ നിന്നും നമ്മളും ഫലമെടുക്കുന്നതാണ്. സ്വല്ലി എന്നത് വിത്തിന്റെ സ്ഥാനത്തും ബാരിക്ക് എന്നത് വിളവിന്റെ സ്ഥാനത്തുമാണുള്ളത്. എന്നാൽ ഒരു നിബന്ധനയുണ്ട്, ഹൃദയശുദ്ധിയോടെ ഇതെല്ലാം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങളെ നാം പാലിക്കണം. ദൈവത്തോടും സമസൃഷ്ടികളോടുമുള്ള കടമകൾ നാം നിറവേറ്റുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. തിരുനബിയുടെ യഥാർത്ഥ കുടുംബത്തോടുള്ള കടമകൾ നിറവേറ്റുന്നവരായി നാം മാറണം. അള്ളാഹുവിന്റെയും അവന്റെ ദൂതരുടെയും പേരിൽ അക്രം അയച്ചുവിടാൻ ഒരു കാരണവശാലും പാടില്ല. അങ്ങനെ ചെയ്ത് അതോടൊപ്പം സ്വലാത്തും ചൊല്ലി, സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കുമേലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരായി നാം ഒരിക്കലും മാറരുത്. നിയമത്തെ നാം കാറ്റിൽ പറത്തുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ റസൂലിന്റെ പ്രേമികളാണെന്ന് പറയുകയും തിരുനബിക്കുമേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് വാദിക്കുകയും അതുകൊണ്ട് ഞങ്ങളെ ഒന്നും തന്നെ പറയരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകരുത്. റോഡുകൾ ബ്ലോക്കാക്കി രോഗികളെ ആശുപത്രിയിൽ എത്തുവാൻ പോലും സമ്മതിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഇതെല്ലാം അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിലാണ് ഞങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് വാദിക്കാൻ പാടില്ല. ഇക്കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളുടെ സ്പഷ്ടമായ അനുസരണക്കേടാണ്, പൂർണ്ണമായുള്ള ധിക്കാരമാണത്. ഇക്കാര്യത്തിന് ഒരിക്കലും തന്നെ അള്ളാഹുവോ അവന്റെ പരിശുദ്ധ റസൂലോ അനുവാദം നൽകിയിട്ടില്ല. ഇതുകൊണ്ട് ജനങ്ങളുടെ സ്വലാത്ത് പ്രയോജനപ്പെടുകയുമില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനമാനങ്ങളെ ഉയർത്തുന്നതിന് പകരം അതിൽ ഇടിച്ചിൽ വരുത്താനുള്ള അപലപനീയമായ ശ്രമമായി മാറുന്നതാണ്. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ഉദ്യമമാണത്. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ അക്രമം നടക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയും വളരെ കഠിനമായിരിക്കും എന്ന കാര്യം എപ്പോഴും ഓർമ്മ വെക്കേണ്ടതുണ്ട്. സ്വലാത്തിന്റെ യഥാർത്ഥ പൊരുൾ ഇന്ന് ലോകത്തിനു മുമ്പാകെ പറഞ്ഞു കൊടുക്കേണ്ട ഏക ജനവിഭാഗം നമ്മൾ അഹമ്മദികളാണ്. അതുകൊണ്ട് ഈ റമദാനിൽ സ്വലാത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതോടൊപ്പം സ്വന്തം അന്തരംഗങ്ങളിൽ സൽപരിവർത്തനം സംജാതമാകാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സ്വലാത്ത് സ്വീകാര്യയോഗമാകാൻ അത് അനിവാര്യമാണ്. ഇത് സ്വീകരിക്കപ്പെട്ടാൽ മനുഷ്യന് പ്രയോജനം സിദ്ധിക്കുന്നതാണ്, അവന്റെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാണ്, അവന്റെ ആത്മീയ നിലവാരവും മെച്ചപ്പെടുന്നതാണ്. റസൂലിനോടുള്ള അനുരാഗത്തിൽ പുരോഗമിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിന്റെ യഥാർത്ഥ സാമീപ്യം കരസ്ഥമാക്കുന്നതുമാണ്. യഥാർത്ഥ സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതാന്ത്യം വരെ പുരോഗതിക്കുള്ള സംവിധാനം ഒരുങ്ങുന്നതാണ്. സലാത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് അയക്കുവിൻ. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി
യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലിമ. ആയതിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുമേൽ സ്വലാത്ത് ചൊല്ലുന്നത് എത്രത്തോളം സുപ്രധാനമാണെന്നാൽ അള്ളാഹു അവന്റെ മലക്കുകൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഇതിൽ നിന്നും അള്ളാഹുവിന്റെ ദുആ എന്താണെന്ന കാര്യം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. അള്ളാഹു എല്ലാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുനബിയുടെ മഹാത്മ്യത്തെയും പ്രതാപത്തെയും നിലനിർത്താനായി അവൻ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ജമാഅത്തിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ ഈ കൽപ്പനകൾ യഥാനിലയിൽ പാലിക്കുന്നവരായി മാറിക്കൊണ്ട് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ സ്വലാത്ത് ചൊല്ലണമെന്നാണ്. അത് മുഖേന നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകുന്നതാണ്. അതുപോലെ മലക്കുകളുടെ ദുആകളിൽ നിന്നും നമുക്ക് ഗുണം ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മേൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ ഗുണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും അനുയായികൾക്കും കൂടി ലഭിക്കുന്നതാണ്. ഈ ഗുണം നമുക്ക് കരസ്ഥമാകണമെങ്കിൽ പിന്നെ നാമും അതിനുള്ള കൃതജ്ഞത എന്നോണം പൂർവാധികം സ്വലാത്ത് ചൊല്ലുന്നവരായി നാം മാറേണ്ടതുണ്ട്. അങ്ങനെ ഈ സ്വലാത്തും അതുപോലെ നന്ദി പ്രകടിപ്പിക്കലും അവസാനിക്കാത്ത ഒരു പരമ്പരയായി മാറുന്നതാണ്. അതൊരു യഥാർത്ഥ വിശ്വാസിക്ക് അനുഗ്രഹങ്ങൾക്കുള്ള നിമിത്തമായി മാറുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഒരിടത്ത് പറയുന്നു, നമ്മുടെ യജമാന പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൈവത്തോടുള്ള ആത്മാർത്ഥതയും വിശ്വസ്തതയും ഒന്ന് നോക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തരത്തിലുമുള്ള കുൽസിത പ്രവർത്തനങ്ങളെയും നേരിട്ടു. വിവിധങ്ങളായ യാതനകൾ തിരുനബി സഹിച്ചു. എന്നാൽ അതൊന്നും തന്നെ തിരുനബി വകവെച്ചില്ല. ഈ ആത്മാർത്ഥതയും വിശ്വസ്തതയും നിമിത്തമായാണ് അള്ളാഹു തിരുനബിയെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലസീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അവന്റെ എല്ലാ മലക്കുകളും റസൂലിന് മേൽ സ്വലാത്ത് അയക്കുന്നു. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളും റസൂലിന് മേൽ സലാം അയക്കുവിൻ. ഈ ആയത്തിൽ നിന്നും സ്പഷ്ടമാകുന്നത് തിരുനബിയുടെ കർമ്മങ്ങൾ എപ്രകാരമായിരുന്നെന്നാൽ അതിനെ വർണ്ണിക്കാനും പ്രശംസിക്കാനുമായി ഒരു സവിശേഷ പദവും അള്ളാഹു ഉപയോഗിച്ചില്ല. വേണമെങ്കിൽ വാക്കുകൾ ലഭിക്കുമായിരുന്നു, എന്നാൽ അത് സ്വയം തന്നെ ഉപയോഗിച്ചില്ല. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽക്കർമ്മങ്ങളെ തിട്ടപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. അത് വർണ്ണനാതീതമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരായത്ത് മറ്റൊരു നബിക്ക് വേണ്ടിയും അവതരിച്ചിട്ടില്ല. തിരുനബിയുടെ ആത്മാവിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും കുടികൊണ്ടിരുന്നു. ദൈവദൃഷ്ടിയിൽ തിരുനബിയുടെ കർമ്മങ്ങൾ എത്രത്തോളം പ്രിയങ്കരമായിരുന്നെന്നാൽ അള്ളാഹു എന്നേക്കുമായി ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി മുതൽ ജനങ്ങൾ നന്ദി പ്രകടിപ്പിക്കാനായി സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ട് ഈ കൃതജ്ഞത നമുക്ക് ഫലം ചെയ്യുന്നതാണ്. അള്ളാഹു ഈ റമദാനിലും തുടർന്നും എപ്പോഴും സ്വലാത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കാനുള്ള തൗഫീക്ക് തന്നുകൊണ്ടിരിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വഅല ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ഞാൻ പ്രത്യേകമായി ഉണർത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സംഗതി ഇസ്തിഗ്ഫാർ ആണ്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി എന്നതാണ് ഇസ്തിഗ്ഫാറിന്റെ ദുആ. അതായത് എന്റെ നാഥനായ അള്ളാഹുവിനോട് ഞാൻ എല്ലാ പാപങ്ങളിൽ നിന്നും പൊറുക്കലിനെ തേടുകയും അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു. ഇത് വളരെയധികം സുപ്രധാനമായ ഒരു ദുആയാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇതേക്കുറിച്ച് പറയുന്നു, ഇസ്തിഗ്ഫാറിന്റെ യാഥാർത്ഥ്യവും അതിന്റെ പൊരുളും ഇതാണ്:
അള്ളാഹുവിനോട് മാനുഷികമായ ദൗർബല്യങ്ങൾ നമ്മുടേത് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അർത്ഥിക്കുക. അള്ളാഹുവെ, നമ്മുടെ പ്രകൃതത്തിനെ തന്റെ ശക്തിയാൽ താങ്ങി നിർത്തണമേ. അവന്റെ സഹായ സഹകരണത്തിന്റെ പരിധിയിലേക്ക് നമ്മളെയും അകപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ പദം ഇസ്തിഗ്ഫാർ എന്ന പദം ഗഫറയിൽ നിന്നും നിഷ്പന്നമാണ്. മൂടി വെക്കുക എന്നതാണ് ഗഫറയുടെ അർത്ഥം. അതുകൊണ്ട് ഇതിന് ഇപ്രകാരം അർത്ഥവിവക്ഷയുണ്ടാകും: അള്ളാഹുവെ, നിന്റെ ശക്തി പ്രഭാവത്താൽ പാപപ്പൊറുതി തേടുന്നവന്റെ പ്രകൃതിയാലുള്ള ബലഹീനതകളെ മറയ്ക്കണമേ. എന്നാൽ പിൽക്കാലത്ത് ഇതിന് സാധാരണക്കാർക്ക് വേണ്ടി അർത്ഥവ്യാപ്തി നൽകപ്പെട്ടു. മറ്റൊരു വിവക്ഷ ഇതാണ്: അള്ളാഹുവെ, സംഭവിച്ചു പോയ പാപങ്ങളെ മൂടിവെക്കണമേ. എന്നാൽ യഥാർത്ഥമായ അർത്ഥം ഇതുതന്നെയാണ്. അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തിയെ പ്രകൃതി സഹജമായ ദൗർബല്യങ്ങളിൽ നിന്നും തന്റെ ദൈവിക ശക്തി ഉപയോഗിച്ച് രക്ഷിക്കുകയും തന്റെ ശക്തിയിൽ നിന്നും ശക്തി പകരുകയും അറിവിൽ നിന്നും അറിവ് പകരുകയും പ്രകാശത്തിൽ നിന്നും പ്രകാശം നൽകുകയും ചെയ്യണമേ. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് അവനിൽ നിന്നും അകന്നു നിന്നില്ല. അവൻ മനുഷ്യന്റെ സ്രഷ്ടാവാണ് എന്നതുപോലെ അവന്റെ ആന്തരികവും ബാഹ്യവുമായ ശക്തികളെയും ശേഷികളെയും സൃഷ്ടിച്ചവനും ആണെന്ന പോലെ അവൻ മനുഷ്യന്റെ കയ്യൂം അഥവാ അവനെ നിലനിർത്തുന്നവനുമാണ്. അതായത് അവൻ തന്റെ പടപ്പുകളെ, അവൻ സൃഷ്ടിച്ച എല്ലാത്തിനെയും തന്റെ പ്രത്യേകം ആശ്രയത്താൽ സംരക്ഷിച്ചു നിർത്തുന്നവനാണ്. പറയുന്നു, അള്ളാഹുവിന്റെ ഒരു നാമം കയ്യൂം അഥവാ തന്റെ ആശ്രയത്താൽ, തന്റെ ആലംബത്താൽ സൃഷ്ടികളെ നിലനിർത്തുന്നവൻ എന്നുമാണ്. അതുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിന്റെ ഖാലിക്കിയത്ത് അഥവാ സൃഷ്ടികർത്തൃത്വം എന്ന സിഫത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട പോലെ അവൻ അള്ളാഹുവിന്റെ കയ്യൂമിയത്ത്, സ്ഥിതികർത്തൃത്വം എന്ന സിഫത്തിനാൽ തന്റെ ജന്മസിദ്ധമായ പാവന മാതൃകയെ വികലമാകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ടതും നിർബന്ധമാണ്. മനുഷ്യന് ഇത് ഒരു പ്രകൃതി സഹജമായ ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇസ്തിഗ്ഫാർ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലേക്ക് ഖുറാനിൽ ഇപ്രകാരം വെളിച്ചം വീശുന്നുണ്ട്: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അതുകൊണ്ട് അവൻ ഖാലിക്കുമാണ്, കയ്യൂമുമാണ്. മനുഷ്യൻ ജനിച്ച ശേഷം ഖാലിക്യത്തിന്റെ ദൗത്യം പൂർത്തിയായി. എന്നാൽ കയ്യൂമിന്റെ ദൗത്യം എപ്പോഴേക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് സ്ഥിരമായി ഇസ്തിഗ്ഫാറിന്റെ ആവശ്യകത നേരിട്ടത്. തങ്ങളുടെ അവസ്ഥകൾ വഷളാകുന്നതിൽ നിന്നും രക്ഷപ്പെടാനായി അള്ളാഹുവിന്റെ കയ്യൂമിയത്ത് നമുക്ക് ഉപകരിക്കുക നാം സ്ഥിരമായി ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ മാത്രമാണ്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകൾക്കും ഒരു ഫലശ്രുതിയുണ്ട്. ഇസ്തിഗ്ഫാർ എന്നത് കയ്യൂമിയത്ത് എന്ന സിഫത്തിന്റെ ഫലശ്രുതി നേടുന്നതിന് വേണ്ടിയുള്ളതാണ്. സൂറ ഫാത്തിഹയിലുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ ഇതിലേക്കുള്ള സൂചനയുണ്ട്. അതായത് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു. അതായത് നിന്റെ കയ്യൂമിയത്തും റുബൂബിയത്ത് അഥവാ പരിപാലകത്വവും ഞങ്ങളെ സഹായിക്കാൻ എപ്പോഴും ഉണ്ടാകണമേ. ഞങ്ങളെ വഴികേടിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങളുടെ ബലഹീനത വെളിപ്പെട്ടു പോകാതിരിക്കണമേ. ഞങ്ങൾ ആരാധനകൾക്ക് അശക്തരാകാതിരിക്കണമേ. ആയതിനാൽ ആരാധനാകൃത്യങ്ങൾ നിർവഹിക്കാനും സാത്താനിക ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കാനും ഇസ്തിഗ്ഫാർ ഒരു അത്യന്തം സുപ്രധാനമായ സംഗതിയാണ്. എന്തെങ്കിലും പാപം ചെയ്തു പോയാൽ മാത്രമേ ഇസ്തിഗ്ഫാർ ചെയ്യാവൂ എന്നല്ല, മറിച്ച് അപ്പോഴും ഇസ്തിഗ്ഫാറും തൗബയും വളരെ ആവശ്യം തന്നെയാണെന്നതിൽ സംശയമില്ല. മുൻകടന്ന പാപങ്ങൾ പൊറുക്കപ്പെടാനും വരാനിരിക്കുന്ന പാപങ്ങളിൽ നിന്നും രക്ഷ നേടാനും വേണ്ടി അള്ളാഹുവിന്റെ സഹായം അർത്ഥിക്കേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാർ മുഖേനയാണ് ആ ദൈവസഹായം നമുക്ക് ലഭിക്കുക. പാപം സംഭവിച്ചാലും പാപം സംഭവിച്ചില്ലെങ്കിലും രണ്ട് അവസ്ഥകളിലും ഇസ്തിഗ്ഫാർ വളരെ പ്രധാനമാണ്. സാത്താൻ നമ്മുടെ മാർഗത്തിൽ എപ്പോഴും നിലകൊള്ളുന്നുണ്ട്. മനുഷ്യൻ തന്റെ പ്രയത്നങ്ങളാൽ സാത്താനിൽ നിന്നും ഒരിക്കലും തന്നെ രക്ഷപ്പെടുന്നതല്ല. ഞാൻ എന്റെ പ്രയത്നങ്ങളാൽ രക്ഷപ്പെടും എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ
അത് നടക്കാത്ത കാര്യമാണ്. അതിന് ഒരേ ഒരു ഉപാധി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അള്ളാഹുവിൽ നിന്നും നാം സഹായം അർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, എന്റെ സഹായം നേടാനും എന്നോട് സഹായം അർത്ഥിക്കാനും നിങ്ങൾ അധികമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ ഒരു മാർഗം മാത്രമാണ് സാത്താനിക ആക്രമണത്തിൽ നിന്നും സുരക്ഷ നൽകുന്നതും കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് പൊറുക്കലിനും ഹേതുവായി തീരുക. മനുഷ്യൻ ദുർബലനാണ്. ആയതിനാൽ ഇസ്തിഗ്ഫാർ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇസ്തിഗ്ഫാർ കരുത്തു നൽകുന്നു. മാനസിക പോരായ്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശക്തി നൽകുന്നത് ഇസ്തിഗ്ഫാർ ആണ്. സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഊർജം പകരുന്നതും ഇസ്തിഗ്ഫാർ ആണ്. നിരന്തരമായുള്ള ഇസ്തിഗ്ഫാർ മുഖേന അള്ളാഹുവിന്റെ കയ്യൂമിയത്ത് എന്ന സിഫത്തിനെ ചലനാത്മകമാക്കാനാകുന്നതാണ്. ആ സിഫത്തിനെ പ്രവർത്തന നിരതമാക്കാൻ ആകുന്നതാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തി എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുന്നതുമാണ്. അള്ളാഹു തന്നിലേക്ക് വന്നണയുന്നവനെ തന്നോട് ചേർത്തു പിടിക്കുന്നവനാണ്. പാപം സംഭവിച്ച ശേഷം പശ്ചാത്തപിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുന്നവന്റെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായും സാത്താനിക ആക്രമണങ്ങളിൽ നിന്നുമുള്ള പരിരക്ഷയ്ക്കും അവനിലേക്ക് ഓടിയടുക്കുന്നവന്റെ ഇസ്തിഗ്ഫാറും അള്ളാഹു സ്വീകരിക്കുന്നു. അവനെ സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അവന്റെ പൊറുക്കലിന്റെയും വ്യാപ്തി എത്രത്തോളം വിശാലവും അധികവുമാണ്. എന്നാൽ അള്ളാഹു തന്നെ സ്വയം പറഞ്ഞിരിക്കുന്നത് അത് എല്ലാറ്റിനും മേൽ ആധിപത്യം നേടിയിരിക്കുന്നു, മേൽക്കോയ്മ നേടിയിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് എല്ലാറ്റിനും മേൽ മുന്തി നിൽക്കുന്നത്. ഇതേക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയുടെ സംഭവം കേൾപ്പിക്കുകയുണ്ടായി. അയാൾ 99 കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. അവസാനം അയാൾക്ക് തന്റെ പ്രവൃത്തിയിൽ ലജ്ജ തോന്നി. അവസാനം അയാൾ മാനസാന്തരപ്പെടാൻ തീരുമാനിച്ചു. എന്നിട്ട് ഒരു പണ്ഡിതന്റെ പക്കൽ അയാൾ ചെന്നു. എന്നിട്ട് അയാളോട് പശ്ചാത്താപത്തെക്കുറിച്ച് ആരാഞ്ഞു. അപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, ഇത്രയും പാപങ്ങളും കൊലപാതകങ്ങളും ചെയ്ത ശേഷവും നിനക്ക് എങ്ങനെ പൊറുക്കൽ ലഭിക്കാനാണ്? അത് കേട്ട മാത്രയിൽ അയാൾ ആ പണ്ഡിതനെയും വധിച്ചു. അങ്ങനെ അയാൾ 100 കൊലപാതകങ്ങൾ പൂർത്തിയാക്കി. പിന്നെയും അക്കാര്യത്തിൽ അയാൾ ലജ്ജിതനായി. 100 കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ കരുതി, ഞാൻ എന്ത് അനർത്ഥമാണ് ഈ ചെയ്തത്. എന്നിട്ട് ഒരു വലിയ പണ്ഡിതന്റെ അടുത്തേക്ക് അയാൾ പോയി. അയാളോടും തന്റെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. പണ്ഡിതൻ പറഞ്ഞു, ശരി, പശ്ചാത്താപത്തിന്റെ വാതിൽ ഒരിക്കലും അടക്കപ്പെട്ടിട്ടില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. നീ യഥാർത്ഥമായ നിലയിൽ പശ്ചാത്തപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ കേട്ടുകൊള്ളുക. ഇന്ന ഒരു ഭൂപ്രദേശത്തേക്ക് നീ പോകണം. അവിടെ ജനങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ വ്യാപൃതരായിരിക്കും. ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും അവർ ഏർപ്പെട്ടിരിക്കുക. നീ അവരുമായി ചെന്നു ചേരുക. എന്നാൽ ഒരു കാര്യം നീ ഓർക്കണം, പിന്നീട് നീ ഒരിക്കലും തന്നെ നിന്റെ സ്വന്തം ദേശത്തിലേക്ക് തിരിച്ചു വരരുത്. യഥാർത്ഥ പശ്ചാത്താപത്തിനായി പഴയ ബന്ധങ്ങളും പാപങ്ങളും അതുപോലെ പാപങ്ങൾക്ക് വഴിവെച്ച മാർഗങ്ങളുമെല്ലാം അവസാനിപ്പിക്കേണ്ടതും കൈയൊഴിയേണ്ടതും നിർബന്ധമാണ്. അതാണ് യഥാർത്ഥ നിലയിലുള്ള പശ്ചാത്താപം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ആ ഭാഗത്തേക്ക് വീണ്ടും ഒരു തിരിച്ചുവരവ് ഒരിക്കലും പാടില്ല. അയാൾ ആ ദിക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. പാതി വഴിയിലെത്തിയപ്പോഴേക്കും അയാളെ മരണം പിടികൂടി. അയാൾ മരിച്ച ശേഷം കാരുണ്യത്തിന്റെയും ശിക്ഷയുടെയും മലക്കുകൾ ഒരേ സമയം അവിടെ വന്നു. രണ്ടുപേരും അയാളുടെ കാര്യത്തിൽ തർക്കിക്കാൻ തുടങ്ങി. ഞങ്ങളാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുക എന്ന് ഇരു കേട്ടരും വാദിക്കാൻ തുടങ്ങി. കാരുണ്യത്തിന്റെ മലക്ക് ഇപ്രകാരം പറയുമായിരുന്നു,
ഈ വ്യക്തി തൗബ ചെയ്തതാണ്, പശ്ചാത്തപിച്ചു മടങ്ങിയതാണ്, അതുകൊണ്ട് ഇവൻ സ്വർഗത്തിലാണ് പോകേണ്ടത്. ശിക്ഷയുടെ മലക്ക് ഇപ്രകാരം പറയുമായിരുന്നു, ഇവൻ തന്റെ ജീവിതകാലത്ത് ഒരു സൽപ്രവൃത്തിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇവൻ സ്വർഗത്തിലേക്ക് പോകും? ഇവന് പാപപ്പൊറുതി ലഭിക്കുക സംഭവ്യമല്ല. അപ്പോൾ അവിടെ മൂന്നാമതൊരു മലക്ക് വന്നു. അവിടെ ഉടലെടുത്ത ആ തർക്കം പരിഹരിക്കാനായി ആ മലക്ക് മധ്യസ്ഥനായി നിലകൊണ്ടു. എന്നിട്ട് ഒരു വിധി പറഞ്ഞു. ഏത് ദിക്കിൽ നിന്നാണോ ഇവൻ വരുന്നത്, അതുപോലെ ഏത് ദിക്കിലേക്കാണോ ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്, രണ്ട് ഭാഗത്തേക്കുമുള്ള ഇയാളുടെ അകലം അളന്നു നോക്കുക. ഏതു ഭാഗത്തേക്കാണോ ഇവൻ കൂടുതൽ അടുത്തിരിക്കുന്നത് അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അവർ രണ്ടു ഭാഗത്തേക്കുമുള്ള ദൂരം അളന്നു നോക്കിയപ്പോൾ ഏതു ഭാഗത്തേക്കാണോ അയാൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിനോട് അയാൾ കൂടുതൽ സമീപസ്ഥനായി കാണപ്പെട്ടു. അതായത് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ടും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചും വേണ്ടി അയാൾ യാത്ര തിരിച്ചിരുന്ന ഭാഗത്തേക്കുള്ളവനായി അയാൾ കണക്കാക്കപ്പെട്ടു. അപ്പോൾ കാരുണ്യത്തിന്റെ മലക്കുകൾ അയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അപ്രകാരമാണ് അള്ളാഹു പാപപ്പൊറുതിക്കുള്ള സംവിധാനം ഒരുക്കുന്നത്. അതായത് വളരെ വലിയ അപരാധിയും കൊലപാതകിയുമായ ഒരാൾക്ക് പോലും ആരോഗ്യാവസ്ഥയിൽ മാനസാന്തരപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹു പുറത്തു കൊടുത്തു. ഇക്കാലത്ത് കുട്ടികളും യുവാക്കളും ഇങ്ങനെ ചോദിക്കാറുണ്ട്, അള്ളാഹു ഏതു പരിധിവരെ ഒരാൾക്ക് പുറത്തു കൊടുക്കും? ഈ ഹദീസിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകുന്നുണ്ട്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഞാൻ തൗബ സ്വീകരിക്കുന്നു, എന്റെ കാരുണ്യം പ്രവിശാലമാണ്, അതിന് യാതൊരു പരിധിയുമില്ല. എന്നാൽ അതിനൊരു നിബന്ധനയുണ്ട്, യഥാർത്ഥമായ പശ്ചാത്താപമായിരിക്കണം നിങ്ങൾ ചെയ്യുന്നത്. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണ്, അള്ളാഹു തന്റെ ദാസന്റെ പശ്ചാത്തപത്തിൽ സന്തോഷിക്കുന്നത്ര ഒരാൾക്ക് ഒരു വിജനമായ മരുഭൂമിയിൽ തന്റെ കളഞ്ഞുപോയ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ പോലും അത്രത്തോളം സന്തോഷമുണ്ടാകുകയില്ല. അള്ളാഹു തന്നിലേക്ക് അടുക്കുന്നവനിലേക്ക് സ്വയം തന്നെയും അടുത്തു വരുന്നു. അള്ളാഹു പറയുന്നു, എന്നിലേക്ക് ഒരാൾ ഒരു മുഴം അടുത്താൽ ഞാൻ അതിന്റെ 2 മടങ്ങ്, അതായത് 2 മുഴം അവനിലേക്ക് അടുക്കുന്നതാണ്. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടി അടുക്കുന്നു. സ്വയം പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും തങ്ങളുടെ പാപങ്ങൾ മാപ്പാക്കി തീർക്കാനും അള്ളാഹുവിലേക്ക് മുന്നേറേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. നാം നരകത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടേണ്ടതാണ്. ഈ മാസം അള്ളാഹു പ്രത്യേകമായി ഇക്കാര്യത്തിന് വേണ്ടിയാണ് വച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും പ്രയോജനം എടുക്കേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം തൗബയെയും പൊറുക്കലിനെയും കുറിച്ച് വിശദമാക്കിക്കൊണ്ട് ഒരിടത്ത് ഇപ്രകാരം പറയുകയുണ്ടായി, ഓർത്തുകൊള്ളുക, തൗബയെയും പൊറുമയെയും മഗ്ഫിറത്തിനെയും നിഷേധിക്കുക എന്നത് സത്യത്തിൽ മനുഷ്യന്റെ അഭിവൃദ്ധിയുടെ വാതിലുകൾ അടക്കുന്നതിന് തുല്യമാണ്. മനുഷ്യൻ ഒരിക്കലും സ്വയം പൂർണ്ണനല്ല എന്നത് വളരെ സ്പഷ്ടമായ കാര്യമാണ്, അംഗീകൃത വസ്തുതയാണ്. അവന്റെ അസ്തിത്വം ഒരിക്കലും സമ്പൂർണമല്ല, മറിച്ച് അവന് സമ്പൂർണത വരിക്കാൻ അവൻ അള്ളാഹുവിൽ ആശ്രിതനുമാണ്. അവന് അതിന്റെ ആവശ്യവുമുണ്ട്. ഏതുപോലെ ഒരു മനുഷ്യൻ തന്റെ ബാഹ്യാവസ്ഥയിൽ മുന്നേറിക്കൊണ്ട് പടിപടിയായാണോ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നത്, അതായത് ഒരാളും ജനിക്കുമ്പോൾ തന്നെ പണ്ഡിതനായി ജനിക്കുന്നതല്ല. അതുപോലെ ഒരു കുട്ടി ജനിച്ച ശേഷം ബോധം വെച്ച് തുടങ്ങുമ്പോൾ പ്രാരംഭ ദശയിൽ ധാർമ്മികമായ നിലയിൽ വളരെ താണ അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ഒരു ചെറുപ്രായത്തിലുള്ള കുട്ടികളെ പരിശോധിച്ചാൽ മനസ്സിലാകും, മിക്ക കുട്ടികളും ചെറിയ ചെറിയ വഴക്കുകളിൽ പോലും എതിർപക്ഷത്തുള്ള കുട്ടിയെ തല്ലാൻ മുതിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് കളവ് പറയാനും പരസ്പരം ചീത്ത പറയാനുമുള്ള സ്വഭാവം മിക്കരിലും മികച്ചു നിൽക്കുന്നതായിരിക്കും. ചില കുട്ടികൾക്ക് കളവ്, പരദൂഷണം, അസൂയ, പിശുക്ക് എന്നീ സ്വഭാവങ്ങളും ഉണ്ടാകും. അതുപോലെ യൗവനദശ പാരമ്യത്തിലായിരിക്കുമ്പോൾ അവരിൽ നഫ്സെ അമ്മാറ അഥവാ ദോഷപ്രവണമായ ആത്മാവ് മുന്തി നിൽക്കുന്നതുമാണ്. മിക്കപ്പോഴും അധാർമികതയും അസാൻമാർഗികതയുമായി എണ്ണപ്പെടാവുന്ന അനർഹവും പറയാൻ കൊള്ളാത്തതുമായ പ്രവൃത്തികളിൽ അവർ ഏർപ്പെടുന്നു. ചുരുക്കത്തിൽ മിക്ക മനുഷ്യരുടെയും പ്രാരംഭഘട്ടം നീചമായ ജീവിതത്തിൻ്റെതായിരിക്കും.
എന്നാൽ സൗഭാഗ്യവാനായ മനുഷ്യൻ ഈ പ്രാരംഭ ദശയിലെ ശക്തമായ പ്രളയത്തിൽ നിന്നും അടിയൊഴുക്കിൽ നിന്നും പുറത്തു വരുമ്പോൾ തന്റെ അള്ളാഹുവിലേക്ക് അവൻ ശ്രദ്ധ തിരിക്കുന്നു. എന്നിട്ട് സത്യപൂർണമായ പശ്ചാത്താപം നടത്തി നീചമായ കാര്യങ്ങളിൽ നിന്നും വിട്ടകലുന്നു. തന്റെ പ്രകൃതിയാകുന്ന വസ്ത്രത്തെ ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിൽ അയാൾ വ്യാപൃതനാകുന്നു. ഇത് പൊതുവെ മനുഷ്യജീവിതത്തിന്റെ അവസ്ഥാവിശേഷമാണ്. ഇത് മനുഷ്യകുലത്തിന് തരണം ചെയ്യേണ്ടതായി വരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് തൗബ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന കാര്യം സത്യമാണെന്ന് വരികിൽ വ്യക്തമാകുന്ന കാര്യം ആർക്കും മോക്ഷം നൽകാൻ ദൈവത്തിന് ഒരു ഉദ്ദേശവുമില്ലെന്നാണ്. എന്നാൽ ഒരിക്കലും അപ്രകാരം സംഭവിക്കുന്നതല്ല. അള്ളാഹു പറയുന്നത് ഞാൻ നിങ്ങൾക്ക് മോക്ഷം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഹദരത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, തൗബ എന്നത് അറബി ഭാഷയിൽ റുജു അഥവാ മടങ്ങുക എന്നതിനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പേര് തവ്വാബ് എന്ന് വന്നിരിക്കുന്നത്. അതായത് വളരെയധികം കാരുണ്യത്തോടെ തിരിയുന്നവനാണ് അള്ളാഹു. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: മനുഷ്യൻ പാപത്തിൽ നിന്നും വിട്ടകന്നുകൊണ്ട് ഹൃദയപൂർവ്വം അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ അള്ളാഹു അതിലും അധികമായി അവനിലേക്ക് തിരിയുന്നതാണ്. ഈ സംഗതി ശരിക്കും പ്രകൃതി നിയമത്തിന് അനുഗുണവുമാണ്. അള്ളാഹു മനുഷ്യന്റെ പ്രകൃതിയിൽ വെച്ച ഒരു കാര്യം ഒരാൾ മറ്റൊരാളിലേക്ക് മനസ്സാ തിരിയുമ്പോൾ അയാളുടെ ഹൃദയവും ആ വ്യക്തിക്ക് വേണ്ടി മയപ്പെടുന്നു എന്നതാണ്. പിന്നെന്തുകൊണ്ട് ബുദ്ധി ഇക്കാര്യം അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല? അതായത് ദാസൻ അള്ളാഹുവിലേക്ക് സത്യഹൃദയത്തോടെ ശ്രദ്ധ തിരിച്ചിട്ടുകൂടി ദൈവം അവനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നില്ല എന്ന് എങ്ങനെ പറയുന്നു? രണ്ട് വ്യക്തികൾ പരസ്പരം ഇക്കാര്യം ചെയ്യുമെന്ന് സമ്മതിക്കുന്നു, അനുഭാവപൂർവ്വം തിരിയുമെന്ന് സമ്മതിക്കുന്നു. എന്നാൽ അള്ളാഹു അപ്രകാരം ചെയ്യുന്നില്ലെന്ന് പറയുന്നത് തീർത്തും ശരിയല്ല. പറയുന്നു, അള്ളാഹുവിന്റെ അസ്തിത്വം അത്യധികം കരുണാമയനും ഔദാര്യവാനുമാണ്. അവൻ ദാസരിലേക്ക് വളരെയധികം തിരിയുന്നവനാണ്. പറയുന്നു, യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വം വളരെ കാരുണ്യവാനും ഉദാരമതിയുമാണ്. അവൻ ദാസനിലേക്ക് വളരെയധികം തിരിയുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ നാമം തവ്വാബ് അഥവാ വളരെയധികം അനുഭാവപൂർവ്വം തിരിയുന്നവൻ എന്ന് വന്നിട്ടുള്ളത്. മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നത് ലജ്ജയോടും നാണത്തോടും ഭവ്യതയോടും വിനയത്തോടും നമ്രതയോടും കൂടിയാണെങ്കിൽ, ദൈവം ദാസരിലേക്ക് തിരിയുന്നത് കാരുണ്യത്തോടും മഗ്ഫിറത്ത് അഥവാ പൊറുമയോടും കൂടിയാണ്. അള്ളാഹുവിന്റെ സവിശേഷ ഗുണങ്ങളിൽ കാരുണ്യം എന്ന ഒരു ഗുണം ഇല്ലായിരുന്നെങ്കിൽ ആരും തന്നെ ഒരിക്കലും രക്ഷപ്പെടുമായിരുന്നില്ല. വ്യസനകരമെന്ന് പറയട്ടെ, ഇക്കൂട്ടർ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. അവർ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്വന്തം പ്രവൃത്തികളിലും കർമ്മങ്ങളിലുമായി അധിഷ്ഠിതമാക്കി വച്ചിരിക്കുന്നു. എന്നാൽ അള്ളാഹു ആരുടെയും ഒരു കർമ്മവും കൂടാതെ ഭൂമിയിൽ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ വച്ചിരിക്കുന്നവനാണ്. ഒരു ദുർബല പ്രകൃതനായ മനുഷ്യൻ തന്റെ അനാസ്ഥയെയും അലംഭാവത്തെയും വെടിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ, ഒരു മരണാസന്നമായ അവസ്ഥ വരിക്കുമ്പോൾ, മൃതപ്രായനായി തീരുമ്പോൾ, തന്റെ അശുദ്ധമായ വസ്ത്രത്തെ ശരീരത്തിൽ നിന്നും അവൻ ഊരിക്കളയുമ്പോൾ, ദൈവത്തോടുള്ള അനുരാഗജ്വാലയാൽ അവൻ കത്തി അമരുമ്പോൾ, ഇങ്ങനെയൊക്കെ ആയിട്ടും ദൈവം അവനിലേക്ക് കാരുണ്യത്തോടെ ശ്രദ്ധ തിരിക്കില്ലെന്ന് മനസ്സിലാക്കാമോ? അതവന്റെ സ്വഭാവ സവിശേഷതയാണോ? ഇതിന്റെ പേരാണോ ദൈവത്തിന്റെ പ്രകൃതി നിയമം? തുടർന്ന് അദ്ദേഹം പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കവാടങ്ങൾ ഒരിക്കലും അടക്കപ്പെടുകയില്ല. ഒരു മനുഷ്യൻ സത്യഹൃദയത്തോടെ ആത്മാർത്ഥനായി അവനിലേക്ക് തിരിയുകയാണെങ്കിൽ അവൻ ഗഫൂർ, പാപപ്പൊറുതി നൽകുന്നവനും റഹീമും കരുണാമയനുമാണ്. തൗബ സ്വീകരിക്കുന്നവനുമാണ് അവൻ. ഒരു പാപിക്ക് അവൻ പുറത്തു കൊടുക്കുന്നില്ലെന്ന് പറയുന്നത് ദൈവസമക്ഷം വൻ ധിക്കാരമാണ്. അവന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് വിശാലവും അനന്തവുമാണ്. അവന്റെ പക്കൽ ഒന്നിനും ഒരു കുറവുമില്ല. അവന്റെ വാതിൽ ആർക്കു മുമ്പിലും കൊട്ടിയടക്കപ്പെടുന്നതുമല്ല. ഇത് ഇംഗ്ലീഷ് സർക്കാരിന്റെ തൊഴിൽ നൽകുന്നത് പോലുള്ള സംഗതിയല്ല. അതായത് ഇത്ര പേർ വിദ്യാസമ്പന്നരായിട്ടുണ്ട്, ഇവർക്ക് എവിടെ നിന്ന് ജോലി കൊടുക്കും എന്ന ഒരു വ്യാധി ഇല്ല. ദൈവസന്നിധാനത്തിൽ എത്തുന്ന എല്ലാവരും ഉന്നത പദവികൾ നേടുന്നതായിരിക്കും. ഇത് സുനിശ്ചിതമായ വാഗ്ദാനമാണ്. ദൈവത്തിൽ നിരാശനാകുന്നവനും അലംഭാവാവസ്ഥയിൽ ഊർധ്വശ്വാസം വലിക്കുന്നവനും വളരെ ദൗർഭാഗ്യവാനാണ്. ദൈവത്തിൽ ഹതാശനാകുകയും മരണാസന്ന നിലയിൽ അശ്രദ്ധയുടെ അവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്യുന്നവൻ ഭാഗ്യഹീനനാണ്. ആ സമയത്ത് എന്തായാലും അവന് വേണ്ടി തൗബയുടെ വാതിലുകൾ തുറക്കപ്പെടുന്നതല്ല, അത് അടഞ്ഞു തന്നെയിരിക്കും. അള്ളാഹുവിന്റെ പുറമയുടെ വാതിൽ തുറന്നിരിക്കുകയാണ്. ഒരുവൻ ആരോഗ്യാവസ്ഥയിൽ പശ്ചാത്തപിക്കണം എന്ന് മാത്രം. അന്ത്യശ്വാസം വലിക്കുമ്പോൾ ചെയ്യുന്ന പശ്ചാത്താപം ഫലം ചെയ്യുന്നതല്ല. ഇന്നാളുകളിൽ നമ്മൾ ഒരുപാട് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യേണ്ടതുണ്ട്.
ഈ റമദാന്റെ മാസം ദുആ സ്വീകാര്യതയുടെ മാസം കൂടിയാണ്. ഇതിന്റെ അന്ത്യ 10 നരകത്തിൽ നിന്നും മോചനത്തിനുള്ളതാണ്. പാപങ്ങളിൽ നിന്നും പൊറുക്കലും നന്മയ്ക്കുള്ള സൗഭാഗ്യവും അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുക. അള്ളാഹുവുമായി നാം ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇഹപരങ്ങൾ സുന്ദരമാകുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അഹമ്മദികൾക്കായി ചില ഇടങ്ങളിൽ ഭൂമി അങ്ങേയറ്റം ഇടുങ്ങിയതാക്കി, അതായത് പ്രയാസപ്പെടുത്തുന്ന വിധത്തിലാക്കി വെച്ചിരിക്കുകയാണ് ശത്രുക്കൾ. ഈ കഷ്ടതയിൽ നിന്നും പുറത്തു വരാൻ ഒരേ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ. നാം അള്ളാഹുവുമായി ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുവുമായി നമ്മുടെ ബന്ധം സുദൃഢമായാൽ നമ്മുടെ സ്വലാത്തും ഇസ്തിഗ്ഫാറും ദൈവപ്രീതി നേടാനും ഉതകുന്നതായാൽ ശത്രുക്കൾ 1000 വട്ടം ശ്രമിച്ചാലും കിണഞ്ഞു പരിശ്രമിച്ചാലും അവർക്ക് നമുക്കൊരു നഷ്ടവും വരുത്താൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു നമ്മിൽ തൃപ്തനല്ലെങ്കിൽ ലോകത്തുള്ള ഒരു ഉപായവും നമുക്ക് ഫലം ചെയ്യില്ല, ഒരു യത്നവും നമുക്ക് ഗുണം ചെയ്യില്ല. നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം ദൃഢതരമാക്കേണ്ടതുണ്ട്. റമദാനിലെ ദുആകളിൽ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും വേണ്ടി ഒരുപാട് ദുആകൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ അഹമ്മദികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പ്രയാസങ്ങൾ അവർക്ക് മുന്നിൽ ഉണ്ട്. അഹമ്മദികൾ ഒരുപാട് സംഘർഷാവസ്ഥയിലാണുള്ളത്. അള്ളാഹു അവർക്ക് എല്ലാ കാര്യവും എളുപ്പമാക്കി തീർക്കട്ടെ. എതിരാളികളുടെ ദ്രോഹങ്ങളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾ സ്വയം തന്നെയും തങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ജമാഅത്തിന് വേണ്ടിയും ഇന്നാളുകളിൽ ഒരുപാട് ദുആ ചെയ്യേണ്ടതുണ്ട്. കൊറോണ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിനായും ദുആ ചെയ്യുക. അള്ളാഹു ഈ പകർച്ചവ്യാധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ ശരിയാം വിധം സ്വലാത്തും ഇസ്തിഗ്ഫാറും ചെയ്യുന്നവരാക്കി തീർക്കട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.